ഹരിശ്രീ ഗണപതേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ ലളിതാ പരമേശ്വരേ നമ. എല്ലാവർക്കും നമസ്കാരം. ശ്രീ ലളിതാ സഹസ്രനാമങ്ങളിലെ അടുത്ത നാമം മഹാരൂപ, മഹാപൂജ്യ, മഹാപാതകനാശിനി. മഹാരൂപ, മഹത്തായ രൂപമുള്ള ദേവി, ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദേവി, പൂജ്യനീയരിൽ സർവശ്രേഷ്ഠയായ ദേവി, മഹാപാപങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന ദേവി. അടുത്തത് മഹാമായ, മഹാസത്വ, മഹാശക്തിർ, മഹാരഥി. മഹാമായ, മായാദേവിയാണ്, മായാസ്വരൂപമാണ്. മതിഭ്രമം ഉണ്ടാക്കുന്ന തരത്തിൽ മായയായിട്ടുള്ള ദേവി. മഹത്തായ ചൈതന്യമുള്ള ദേവി, സത്വഗുണം ഉള്ള ദേവി. മഹാശക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംരക്ഷിക്കുന്നതിനും സംഹരിക്കുന്നതിനും എല്ലാം ശക്തിയുണ്ട് ദേവിക്ക്. മഹാരഥി എന്ന് പറയുന്നത് ഇവിടെ പരമാനന്ദത്തോടു കൂടിയിരിക്കുന്ന ദേവി എന്നാണ്. അടുത്തത് മഹാഭോഗ, മഹൈശ്വര്യ, മഹാവീര്യ, മഹാബല. മഹാഭോഗ, എല്ലാ ഭോഗങ്ങളോടും കൂടി അനുഭവിച്ചിരിക്കുന്ന ദേവി. ധനധാന്യാദി സമ്പത്തുകളും ഐശ്വര്യങ്ങളും എല്ലാം അടങ്ങിയ ഭോഗത്തോടു കൂടി ഇരിക്കുന്ന ദേവി. മഹൈശ്വര്യ, ഐശ്വര്യത്തോടു കൂടിയിരിക്കുന്ന ദേവി. മഹാവീര്യ, പരമമായ വീര്യത്തോടു കൂടി ഇരിക്കുന്നു ദേവിയാണ്. ഭണ്ഡാസുരനെ വധിച്ചതും മഹിഷാസുരമർദ്ദിനി ദേവിയാണ്. അത്രയും വീര്യമായിട്ടുള്ള ദേവി. മഹാബല, മഹാബലത്തോടുകൂടി പരമശക്തിയായിട്ടിരിക്കുന്ന ദേവി. അടുത്തത് മഹാബുദ്ധിർ, മഹാസിദ്ധി, മഹായോഗീശ്വരേശ്വരി. മഹാബുദ്ധി, വേണ്ടത് വേണ്ടപ്പോൾ തോന്നുന്ന ബുദ്ധി, അതാണ് മഹാബുദ്ധി. മഹാസിദ്ധി, ദേവിക്ക് കുറേ സിദ്ധികളുണ്ട്, അഷ്ടൈശ്വര്യങ്ങളുണ്ട്. മഹിമ, ലഘിമ, ഗരിമ, പ്രാപ്തി, പ്രാകാശ്യം, അങ്ങനെയുള്ള സിദ്ധികളുണ്ട് എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദേവിക്ക് ശരീരം ചെറുതാക്കാനും വലുതാക്കാനും പ്രത്യക്ഷപ്പെടാനും അങ്ങനെയുള്ള ഒരുപാട് കഴിവുകളെയാണ് അങ്ങനെ പറയുന്നത്. അതാണ് മഹാസിദ്ധി. മഹായോഗീശ്വരേശ്വരി, യോഗീശ്വരന്മാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരമാത്മാവിനോട് ചേർന്നിരിക്കുന്നവരാണ്. അങ്ങനെയുള്ള യോഗീശ്വരന്മാർക്ക് പോലും ഈശ്വരിയായിട്ടുള്ള ദേവി. അടുത്തത് മഹാതന്ത്ര, മഹാമന്ത്ര, മഹായന്ത്ര, മഹാസന. മഹാതന്ത്ര, മഹത്തായ തന്ത്രങ്ങളാൽ ആരാധിക്കപ്പെടുന്നു ദേവി. താന്ത്രിക വിധികളെയാണ് ഈ പറയുന്നത്. പല രൂപത്തിലും ദേവിയെ പൂജിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. മഹാമന്ത്ര, പരമമായ മഹാമന്ത്രത്തിൻ്റെ ഉടമയാണ് ദേവി. മഹായന്ത്രത്തിൻ്റെയും സ്വരൂപമായിരിക്കുന്ന ദേവി. മഹാസന, 36 തത്വങ്ങളെ ആസനമാക്കിയിരിക്കുന്ന ദേവി. ഭക്തന്മാരുടെ നിഷ്കളങ്കമായ മനസ്സിൽ കൂടി ദേവി ആസനസ്ഥയായിരിക്കുന്നു എന്നും പറയുന്നുണ്ട്. മഹായാഗക്രമാരാധ്യ, മഹാഭൈരവ പൂജിത. ക്രമമായ അനുഷ്ഠാനത്തോടെ നടത്തുന്ന മഹായാഗത്തിൻ്റെ രീതിയിൽ ആരാധിക്കപ്പെടേണ്ടതാണ് ദേവി ചൈതന്യം. മഹാഭൈരവനാൽ പോലും പൂജിക്കപ്പെടുന്നു ദേവി. മഹേശ്വര, മഹാകൽപ്പ, മഹാതാണ്ഡവ സാക്ഷിണി.
കൽപ്പാന്ത മഹാപ്രളയ സമയത്തെ മഹേശ്വരൻ്റെ മഹാതാണ്ഡവത്തിന് സാക്ഷിയായതാണ് ദേവി. മഹാകാമേശ മഹിഷി, മഹാത്രിപുരസുന്ദരി. ശ്രീ പരമേശ്വരൻ്റെ പട്ടമഹിഷിയായിരിക്കുന്നതും ത്രിപുരങ്ങൾക്കും അതീശയായ മഹാത്രിപുരസുന്ദരിയായ ദേവിക്ക് നമസ്കാരം. ഓം മഹാദേവ്യൈ നമഃ.